കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കത് നിർത്താം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ കടല കൊണ്ടൊരു വിഭവമാണ്. അതിന് നമുക്ക് എന്താ പേര് വിളിക്കാം? കടല കുത്തിക്കാച്ചിയെന്നോ അല്ലെങ്കിൽ എന്താ കടല മെഴുക്ക് വരട്ടിയെന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറേ റെസിപ്പീസിൽ കടല കുത്തിക്കാച്ചിയെന്ന് കണ്ടിട്ടുണ്ട്. ഈ സാധനം ഞാൻ ഫസ്റ്റ് എവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ വീണാസ് കറികളിൽ അറിയാമോ? അതിൽ നമ്മുടെ വീണ ചേച്ചി ഉണ്ടാക്കിയ ഡിഷാണ് ഈ കടല കുത്തിക്കാച്ചി എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം അത് കണ്ടപ്പോൾ തന്നെ ട്രൈ ചെയ്തു. പക്ഷേ എൻ്റെ കടലിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ. വളരെ സിമ്പിൾ ഒരു റെസിപ്പിയാണ്, പക്ഷേ എന്നാൽ അടിപൊളി സാധനമാണ് കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പാലപ്പം, പുട്ട്. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചേച്ചി അതിൽ പറയുന്നത് എന്താ, കഞ്ഞിയുടെ കൂടെ കഴിക്കാമെന്നാണ്. പക്ഷേ ഞാൻ അത്ര കഞ്ഞിയുടെ കൂടെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ വെറുതെയെങ്കിലും ഒരു ദിവസം ഞാൻ കഞ്ഞി കുടിച്ചപ്പോൾ ഇത് എടുത്ത് കഴിച്ചു. പക്ഷേ അടാറ് കോമ്പിനേഷനാണ്. കഞ്ഞിയുടെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ, സെറ്റാണ്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെയാണ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ആ ഒരു ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കുക. ഇത് കുറച്ചില്ല വരട്ടിയ ഒരു മോഡലിലാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ കൊണ്ടുവരാം. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെരണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ചാറ് വേണമല്ലോ, അപ്പോൾ കുറച്ച് ലൂസ് ആക്കിയെടുക്കാം. ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ ആ വരട്ടി വരുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ ബ്ലാ 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 പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒരു 10-15 ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയാണ്. എത്രത്തോളം ചെറിയ ഉള്ളി നമ്മൾ എടുക്കുമോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. ഇത് നമ്മുടെ കല്ലിലിട്ട് തന്നെ ചതച്ചെടുക്കണേ. എനിക്ക് കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ, പക്ഷെ ഒരു അരഞ്ഞ ഷേപ്പ്, അങ്ങ് ഫുള്ളായിട്ട് അരഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഒരു എന്താ അരഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് ചതച്ചെടുത്ത ഉള്ളി, ഇതിന് നിറയെ കറിവേപ്പില വേണം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്താ, ചതച്ച മുളക്, അതായത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി എന്ന് പറയില്ലേ, ചുമന്ന ചില്ലി, വറ്റൽ മുളക്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ, അതായത് ഈ ചുമന്ന ഉള്ളിയൊന്നും ഇല്ലെങ്കിൽ സവാള എടുക്കാം. സവാള പക്ഷേ കൊത്തി അരിഞ്ഞോ സ്ലൈസ് ആക്കിയോ ഇടല്. ഇച്ചിരി അത്യാവശ്യം വലിപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തിടുക. പിന്നെ ഇതിന് പകരം മുളക് പൊടി എടുക്കാം. ഇത്രയേ ഉള്ളൂ സാധനം, വേറെ ഒന്നുമില്ല ഇതിന്. ഇത്ര ഐറ്റംസ് മാത്രം മതി, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? പിന്നെ നമ്മുടെ കടല ഞാനിവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലയും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് കടല ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുത്താലോ? കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ കറിവേപ്പില എണ്ണ കൊടുക്കാം. നമ്മുടെ ഈ ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അതൊന്നും ഇടാം. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലെക്സ് ഒക്കെ അരിഞ്ഞ് പണ്ടാറടങ്ങി പോകും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് മുക്കിയിട്ട് കൊടുക്കാം. ഇതിന് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാവണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡാവണം. നല്ലപോലെ ഷെയ്ഡായി വരുമ്പം നമുക്കൊരു 1/2 സ്പൂൺ എന്താ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലിപ്പം ഞാൻ ഉപ്പ് ഇടുന്നില്ല, കാരണം നമ്മൾ കടല വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ടാണ് കടല വേവിച്ച് വെച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, കടലയെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് കടലയെല്ലാം ഇട്ടതിന് ശേഷം മാത്രം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അന്നേരം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മതിയാവും, കാരണം ഓൾറെഡി നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, കുറച്ച് മഞ്ഞൾപ്പൊടി. എരിവ് കുറവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കുരുമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ടേ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇതേപോലെ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, കടല, നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ഓൾറെഡി ആ വെള്ളത്തിൽ ഉപ്പ് കാണും, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ലാസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടേണ്ട ആവശ്യമേ ഉള്ളൂ. കുറച്ചൊന്ന്
കൂടെ വെള്ളം വേണം. ഞാൻ ആ കടല വേവിച്ച വെള്ളം തന്നെ കുറച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് വരണ്ടായോ. ഈ ഗരം മസാലയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഗരം മസാലയുടെ ഒന്നും ഒരുപാട് കുത്ത് എനിക്ക് അത്ര പറ്റത്തില്ല. ഞാൻ ചിക്കനൊക്കെ ആണെങ്കിലും വളരെ കുറച്ചാണ് ഗരം മസാലയൊക്കെ ചെയ്യുന്നത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചേ, ഇത്ര മതിയാവും. ഇത് ജസ്റ്റ് ഒന്ന് ഒരു തിള വന്ന ഉടനെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. കാരണം പുട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ. ഇനി കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. ലോ ടു മീഡിയമിൽ വെച്ചിട്ട് അടയ്ക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ട്. എന്നാലിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങ് ഓഫ് ചെയ്യുമോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കത് നിർത്താം. കാരണം എനിക്ക് പുട്ടിൻ്റെ കൂടെയാണ് ഇന്നിപ്പോൾ ഈ കറി എടുക്കേണ്ടത്. സോ ഇച്ചിരി ഒന്ന് ലൂസായിട്ടിരിക്കണം. ഇത് കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ വെച്ചാൽ ഒരു ഇച്ചിരി കൂടെ ഇതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് വരുന്നത്. ഇതും ഓക്കെയാണ്. ഇതിപ്പോൾ ഉപ്പും എല്ലാം പാകമാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫുഡില്ലേ, ഇതൊക്കെ എൻ്റെ ഒരു കംഫർട്ട് സോണാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു കറിക്ക് അത്യാവശ്യം എരി വേണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണിത് കഞ്ഞിക്ക് ബെസ്റ്റായിട്ട്. നല്ല എരിവുള്ള കറികളല്ലേ കഞ്ഞിക്ക്, നല്ല കാന്താരി ചമ്മന്തി അതേപോലത്തേക്ക് നല്ല എരിവുള്ളതാണ് നമുക്ക് കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. ഇത് ചില്ലി ഫ്ലേക്സ് മാത്രം ഉപയോഗിച്ച് വയ്ക്കാം. കാരണം എനിക്കിപ്പോൾ ആ ചില്ലി ഫ്ലേക്സിൽ നിറയെ അതിൻ്റെ അരികളുണ്ടായിരുന്നു. അപ്പം എരിവ് ജാസ്തിയാവും. അരികൾ കുറച്ച്, അതായത് ആ മുളകിൻ്റെ അരിമണികളില്ലേ അത് കുറച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്ക് ആണെങ്കിൽ നമുക്കത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. പക്ഷേ എരിവാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എളുപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക് യു. സത്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ ഇതൊരു കുറുക്കിയ ടൈപ്പ് കറിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.